സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉന്നതമായ ജീവിതത്തിലാണ്. അവിടുന്ന് ഇനി നാളെ മഹ്ശറിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് മഹ്ശറിലേക്ക് ജനകോടികൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അന അവ്വലു, ഞാനായിരിക്കും ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വ്യക്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഓ നിങ്ങൾ വിശ്വസിച്ചതോ? അഹ്മദുൽ കബീറിന്റെ മുമ്പിലേക്ക് പണ്ടേ ഖബർ പൊട്ടിപ്പിളർന്നു വന്നുവല്ലേ, മുമ്പേ കൈപൊക്കി കാണിച്ചു കൊടുത്തുവല്ലേ. എങ്കിൽ ഞങ്ങളെ നേതാവ് പുന്നാര ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത് ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ നേതാവിനെ വിളിച്ചുകൊണ്ട് മദ്ഹുർ റസൂലിന്റെ വേദികളിൽ വെച്ച് നിങ്ങൾ പറയുന്നുവെന്ന്, ഓ നേതാവേ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. നേതാവിനോട് പറയുന്ന ഒരു സങ്കടം, ഹബീബിനോട് പറയുന്ന സങ്കടം, ആ സങ്കടം അല്ലാഹുവിന്റെ റസൂല് കേൾക്കുന്നു. സങ്കടം പറയുന്നവനെ കാണുന്നു, സങ്കടം പറയുന്നവന്റെ വിശേഷം അറിയുന്നു. ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവിനെ പോലെ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ഈ ചിന്താഗതിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ അല്ലാഹ് എവിടെയാ അനുവാദം തന്നത്? അല്ലാഹുവിന്റെ കലാം ബയാൻ ചെയ്തു തന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന് വേണ്ടി അയക്കപ്പെട്ട തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെയാണ് അനുവാദം തന്നത്? മുസ്ലിമേ, കക്ഷിഭേദമില്ലാതെ ഒന്ന് ചിന്തിച്ചോളൂ. ശാശ്വതമായ വിജയം വേണ്ടേ? അതിനാവശ്യമായ ഏകദൈവ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.